പ്രമേഹം വന്നു കഴിഞ്ഞാൽ മരുന്ന് ലൈഫ് ലോങ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? മരുന്നില്ലാതെ തന്നെ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? അതിന് പ്രത്യേക ഡയറ്റുകളുണ്ടോ? നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണോ? ഇന്നത്തെ എൻ്റെ ടോപ്പിക് പ്രമേഹ രോഗികൾ മരുന്ന് ഇല്ലാതെ എങ്ങനെ ഡയറ്റിലൂടെ മാനേജ് ചെയ്യാം. ഒരു മാസം ഒരു പ്രത്യേക ഡയറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മരുന്ന് നിർത്താനായി പറ്റുമോ എന്നതിനെ കുറിച്ചാണ്. ഇത് ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. മുപ്പതുകളിലും 40കളിലും മിക്കവരിലും കണ്ടുവരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് എടുക്കേണ്ടി വരും എന്ന് വിചാരിച്ച് പലരും മെഡിക്കേഷൻ എടുക്കാതെ പോകാറുണ്ട്. മരുന്ന് എടുത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരു ഡയറ്റെങ്കിലും നമ്മൾ കറക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷുഗർ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ടൈപ്പ് 1, ടൈപ്പ് 2 രണ്ട് തരം ഡയബറ്റിസ് ഉണ്ട്. ഇതിൽ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് നമുക്ക് ഈ ഡയറ്റിലൂടെയും അതേപോലെ തന്നെ എക്സസൈസ് ചില പ്രക്രിയകളിലൂടെ നമുക്ക് തിരിച്ച് നോർമൽ ലെവലിൽ ബ്ലഡ് ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. എന്നാൽ ടൈപ്പ് 1 എന്ന് പറയുന്നത് ജന്മനാ തന്നെ ഇൻസുലിൻ ഇല്ലാത്തതാണ്. പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ ചുരക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് കൃത്രിമമായി ഇൻസുലിൻ കുത്തിവെക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്താലും ഷുഗർ കൺട്രോളിൽ വരണമെന്നില്ല. ഷുഗർ കൂടിക്കഴിയുമ്പോൾ അത് ഏതൊക്കെ അവയവങ്ങളെയാണ് ബാധിക്കുക? മെഡിസിൻ എടുക്കുന്നില്ല, ഷുഗർ ഭയങ്കര ഹൈ ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 150 മുകളിൽ കാണിക്കുന്നുണ്ട്. അതും അല്ലെങ്കിൽ HbA1c എന്ന് പറയുന്ന ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 8 മുകളിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ മെഡിസിനും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പ്രധാനമായിട്ടുള്ള 3 അവയവങ്ങളെയാണ് അത് എഫക്റ്റ് ചെയ്യുക. ഒന്ന്, ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന നമ്മുടെ കിഡ്നികളെ അത് എഫക്റ്റ് ചെയ്യും. ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ണുകളെ ബാധിക്കും. അതേപോലെ തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി ഞരമ്പുകളിനെയും അത് ബാധിക്കും. ഒട്ടുമിക്ക ഷുഗർ പേഷ്യൻസിനും ഈ ഒരു ഷുഗർ കൺട്രോൾ വിട്ട് കൂടിക്കഴിയുമ്പോൾ കയ്യിലും കാലിലും മരവിപ്പ്, തരിപ്പ് ഇതൊക്കെ കണ്ടുവരാറുണ്ട്. ഇത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുള്ളൊരു കണ്ടീഷനാണ്. ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുമ്പോൾ കിഡ്നിയുടെ ഫങ്ഷൻ ഇല്ലാണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഇതിന് ചികിത്സ നേടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മെഡിസിൻ എടുത്തില്ല എന്നുണ്ടെങ്കിലും ഡയറ്റുകൾ ശ്രദ്ധിക്കണം. ഈ ഡയറ്റുകളിൽ എന്താണ്? ഷുഗറാണ്. അപ്പോൾ ചായയിൽ നമ്മൾ പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ ഷുഗർ അങ്ങോട്ട് കുറയുമെന്നാണ് പലരുടെയും ധാരണ. എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ ചായയിലും ജ്യൂസും അങ്ങനെയൊന്നും എടുക്കില്ല, ചായയിലെ ഷുഗർ ഒട്ടും എടുക്കില്ല. എന്നാൽ ചോറും അരി ഭക്ഷണവും 3 നേരവും കഴിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ തീർച്ചയായിട്ടും ഷുഗർ കൺട്രോളിൽ വരികയില്ല. അരി ഭക്ഷണം എപ്പോഴും ഒരു നേരത്തേക്കാക്കി ചുരുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാർബിൻ്റെ ലെവൽ കുറയ്ക്കുക. പിന്നെ ചിലരെങ്കിലും ചോദിച്ചു കേട്ടിട്ടുണ്ട്, ഡോക്ടറെ ഷുഗറിൽ മെയിൻലി ഈ കാർബ് കഴിക്കുന്നത് കൊണ്ടാണല്ലോ, അപ്പോൾ കാർബ് തീരെ ഒഴിവാക്കിയിട്ട് ഞാൻ ഈ കീറ്റോ ഡയറ്റ് ട്രൈ ചെയ്തോട്ടെ എന്ന് ചോദിക്കലുണ്ട്. കീറ്റോ ഡയറ്റ് ട്രൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ, ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ മോണിറ്റർ ചെയ്യണം. കാരണം ഗ്ലൂക്കോസിൻ്റെ ലെവൽ പെട്ടെന്ന് ലോ ആയി കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ഫങ്ഷൻ അത് ബാധിക്കും. നമുക്ക് തളർച്ചയിലോട്ടും അത് മരണത്തിന് വരെ കാരണമായേക്കാം. അതുകൊണ്ട് കീറ്റോ ഡയറ്റ് എടുക്കുന്നവർ കറക്റ്റായിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യണം. ഈ കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ കാർബ് കംപ്ലീറ്റ് നമ്മൾ അന്നജം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് പ്രോട്ടീനും അതേപോലെ തന്നെ ഫാറ്റും അധികമായി എടുക്കുന്നത് ഒരു ഭക്ഷണ രീതിയാണ്. പൊതുവെ പ്രമേഹ രോഗികൾക്ക് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് നല്ലതാണ്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നോയമ്പ് എടുക്കുന്ന പോലെ ഒരു 8 മണിക്കൂർ 8 മുതൽ 12 മണിക്കൂർ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. മാക്സിമം ഇപ്പോൾ നമ്മൾ രാത്രി ഉള്ള അത്താഴം കുറച്ച് നേരത്തെ ആക്കി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് നടത്താനായിട്ട് പറ്റും. രാത്രിയുള്ള ഭക്ഷണം 6 മണിയോ 7 മണിയോ ആക്കുമ്പോൾ രാവിലെ 8 മണിക്ക് രാവിലത്തെ ഭക്ഷണം പ്രാതൽ കഴിക്കുമ്പോൾ നമുക്കതിൽ 12 മണിക്കൂർ ഭക്ഷണം കഴിക്കാത്ത ഒരു ഫാസ്റ്റിംഗ് അവേഴ്സ് വരുന്നുണ്ട്. ഇത് നമ്മുടെ പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ്റെ ആ ഒരു ഉൽപ്പാദനത്തിനെ ക്രമീകരിക്കാനും അതേപോലെ തന്നെ രക്തത്തിലുള്ള ഷുഗർ ലെവൽ കൺട്രോളിൽ കൊണ്ടുവരാനും സഹായകരമാവുന്ന ഒന്നാണ്. ഭക്ഷണത്തിൽ അന്നജം എടുക്കാം, എന്നാൽ അതിൻ്റെ അളവ് കുറയ്ക്കാം. സാധാരണഗതിയിൽ 5ഉം 10ഉം ഇഡ്ഡലികളാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് 1ഓ 2ഓ ഇഡ്ഡലിയാക്കിയിട്ട് ചുരുക്കാം. കൂടുതലും മില്ലറ്റ് റൈസ്, അതേപോലെ തന്നെ മില്ലറ്റ് ഇഡ്ഡലി, മില്ലറ്റ് ദോശ, ഇതുപോലെ ചെറുധാന്യങ്ങൾ അധികം ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിൽ അന്നജത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസും മൾട്ടി വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹന പ്രക്രിയയും വളരെയധികം എളുപ്പമാവും. മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഷുഗർ
കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെയധികം കുറവാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ എത്ര പെട്ടെന്ന് ഉയരുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഇപ്പം നമ്മൾ അരിഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അരിഭക്ഷണത്തിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെയധികം കൂടുതലാണ്. എന്നാൽ നാരടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടൻറ്റോ ഇപ്പോൾ പ്രോട്ടീൻ അധികമായിട്ടുള്ള ഇറച്ചി ഇതൊക്കെ കഴിക്കുമ്പോൾ അത്ര പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് കാണില്ല. ഷുഗർ വന്നാൽ ഉടനെ പലരും ചോദിക്കുന്നത് ഈ നോൺ വെജ് കംപ്ലീറ്റ് ഒഴിവാക്കണോ, നമ്മൾ മട്ടൺ, ചിക്കൻ, ബീഫ് ഇതൊന്നും എടുക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും എടുക്കാം. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളതിൽ അത് എടുക്കാവുന്നതാണ്. അത് മൊത്തം പ്രോട്ടീനാണ്. അതിൻ്റെ കാർബ് എന്ന് പറയുന്നത് അതിൽ കുറവായിട്ടാണ് വരിക. ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രക്രിയയ്ക്കും ആവശ്യമുള്ളതാണ്. കാർബാണ് നമ്മൾ അന്നജമാണ് ഷുഗർ പ്രമേഹമുള്ളവർ കുറയ്ക്കേണ്ടത്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണവും അതേപോലെ തന്നെ പ്രോട്ടീനും കൊഴുപ്പ് ഒരു 10 മുതൽ 15% കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും റെഗുലറായിട്ട് എടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ കൂടുന്ന സമയത്ത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും. ചിലർക്കെങ്കിലും കയ്യും കാലും തരിപ്പും മരവിപ്പും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ ഞരമ്പുകളിനെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. അത് ചിലർ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടാവും. സ്ഥിരമായ പ്രമേഹത്തിന് ടാബ്ലറ്റ് എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വൈറ്റമിൻ B12 കുറവും കൂടിയായിട്ട് ഇങ്ങനത്തെ ഒരു തരിപ്പ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിന് വൈറ്റമിൻ B12 അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അതിൻ്റെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഹോം റെമഡി ആയിട്ട് പറയുകയാണെങ്കിൽ, ഹോം റെമഡി ആയിട്ട് പ്രമേഹമുള്ളവർക്ക് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാനായിട്ട് ഉലുവ വളരെയധികം എഫക്റ്റീവാണ്. ഉലുവ വെള്ളത്തിലിട്ട് കുടിക്കുന്നത് ശരീരത്തിലെ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് നല്ലതാണ്. അതേപോലെ റെഗുലറായിട്ട് പാൽ ചായ കുടിക്കുന്നതിന് പകരം കറുവപ്പട്ടയുടെ ചായ കുടിക്കുകയാണെങ്കിൽ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ ദിവസവും രാവിലെ കറുവപ്പട്ടയുടെ ചായ പതിവാക്കുക. ഫ്രൂട്ട്സിൽ പഴങ്ങളിൽ നമ്മൾ എടുക്കേണ്ടത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് പപ്പായ നല്ലതാണ്. അതേപോലെ തന്നെ പേരയ്ക്ക. ഇത് രണ്ടും ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാൻ വളരെയധികം ഉപകാരമാണ്. എന്നാൽ പഴുത്ത മാങ്ങ അതേപോലെ തന്നെ ആപ്പിള് ഇതൊക്കെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂട്ടാൻ സാധ്യതയുണ്ട്. വെജിറ്റബിൾസിൽ പച്ചക്കറികളിൽ അത്യാവശ്യമുള്ള എല്ലാ ഇലക്കറികളും വളരെയധികം നല്ലതാണ്. അത് ഫൈബർ കണ്ടന്റ് ഉള്ളതാണ്, അത് എടുക്കാം. എന്നാൽ ഉരുളക്കിഴങ്ങിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെയധികം കൂടുതലാണ്. ഉരുളക്കിഴങ്ങ് ഒരു പച്ചക്കറിയുടെ വിഭാഗത്തിൽ പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് ശരിക്കും ഒരു അന്നജമാണ്. അതിൽ പൂർണ്ണമായിട്ടും കാർബുകളാണ് അധികം അടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സും കൂടുതലായതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് അധികം കൂട്ടുന്നത് ഒഴിവാക്കുന്നതാണ് പ്രമേഹമുള്ളവർക്ക് ഉചിതം. നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക് 1800 മുതൽ 2000 കിലോ കാലറിയാണ് ഒരു ദിവസത്തിന് ആവശ്യമായിട്ടുള്ളത്. അത് സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ 1600 മുതൽ 1800 കിലോ കാലറിയാണ് മോഡറേറ്റ് ആയിട്ട് ആവശ്യമുള്ളത്, അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ. ഇതേ ആണുങ്ങൾക്ക് 1800 മുതൽ 2000 കിലോ കാലറിയാണ് ഒരു ദിവസത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം. ഇതിനനുസരിച്ച് ഡയറ്റ് ഷെഡ്യൂൾ ചെയ്യണം. നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബിൻ്റെ കണ്ടൻറ്റ് ഒരു 20% കുറയ്ക്കുക. പ്രോട്ടീൻ, കടല, പരിപ്പ്, അതേപോലെ ഇറച്ചി ഇങ്ങനത്തെ പ്രോട്ടീനുകൾ ഒരു 50%, 30-35% ഫാറ്റ്, നല്ല കൊഴുപ്പടങ്ങിയിട്ടുള്ള അവക്കാഡോ, അതേപോലെ നമ്മൾ ഓയിലുകളൊക്കെ 1-2 ടീസ്പൂൺ ഓലിവ് ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം എഫക്റ്റീവാണ്. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഈ ഓലിവ് ഓയിലും അതേപോലെ തന്നെ വെളിച്ചെണ്ണയും രണ്ടും എണ്ണ തന്നെയാണല്ലോ, അപ്പോൾ രണ്ടും ഫാറ്റ് തന്നെയാണ്, അപ്പോൾ പിന്നെ ഇതിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞു. വ്യത്യാസമുണ്ട്. വെളിച്ചെണ്ണയും ഓലിവ് ഓയിലും രണ്ടും തന്നെ കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ രണ്ടിൻ്റെയും ഗ്ലൈസിമിക് ഇൻഡെക്സ് 0 ആണ്. കഴിച്ച ഉടനെ തന്നെ ഷുഗർ കൂടുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എന്നാൽ നമ്മുടെ ഈ ഓലിവ് ഓയിലിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് സെയിം ഒരു വാല്യൂ ഉണ്ടെങ്കിലും നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഓലിവ് ഓയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പറയുന്നത്. അതേപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, പാങ്ക്രിയാസിൽ നിന്നും ചുരക്കുന്ന ഇൻസുലിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട് നമ്മുടെ ഓലിവ് ഓയിലിന് കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ വെളിച്ചെണ്ണയ്ക്ക് അതിനൊരു കഴിവ് കുറവാണ്. ഷുഗർ ഉള്ളവർ ഈ ഒരു ഡയറ്റ് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ എക്സസൈസ് വളരെയധികം അത്യാവശ്യമാണ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഭാരിച്ചിട്ടുള്ള എക്സസൈസ് ചെയ്യണമെന്ന് ആവശ്യമില്ല. സാധാരണഗതിയിലുള്ള വാക്കിംഗ് തന്നെ ഒരു അരമണിക്കൂർ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ചെറിയ വർക്കൗട്ട്സ്, മേലനങ്ങിയിട്ടുള്ളത് ചെറിയ വർക്കൗട്ട്സ് ചെയ്താൽ തന്നെ ദഹന പ്രക്രിയ കുറച്ചുകൂടി എളുപ്പമാവും. അത് പാങ്ക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും ഇൻസുലിൻ ചുരക്കാൻ വളരെയധികം സഹായകരമാകും. അപ്പോൾ ഓരോ ഭക്ഷണത്തിന് ശേഷവും ഒരു 5-10 മിനിറ്റോ നടക്കുന്നതും
വളരെയധികം നല്ലതാണ്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ഉള്ളവർ മരുന്ന് എടുക്കാതെ തന്നെ നിങ്ങളുടെ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.